കിച്ചൺ വേസ്റ്റ് എങ്ങനെ ദുർഗന്ധമില്ലാത്ത കമ്പോസ്റ്റ് ആക്കി മാറ്റാം. നമുക്ക് പച്ചക്കറികൾക്കെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പോസ്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതുപോലെ ഒരു ബക്കറ്റ് എടുക്കണം, കുറച്ച് വലിയൊരു ബക്കറ്റ്. ഇതൊരു 300 രൂപ വരെ എനിക്ക് ആയിട്ടുള്ളൂ. എന്നിട്ട് ഇതിന് ചുറ്റിനും ഇങ്ങനെ ഹോളിടണം. ഹോളിടാൻ ഒരു കമ്പി എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഇങ്ങനെ കുത്തിയാൽ മതി. അപ്പോൾ ഓരോ ഹോളുകളങ്ങ് വീഴും. ഡ്രില്ലിങ് മെഷീനൊക്കെ വെച്ച് ഇട്ടാലും മതി. എനിക്കതൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഒരു കമ്പി ഇപ്പോൾ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിനും ഹോളുകൾ ഇട്ടു. എന്നിട്ട് അതിൻ്റെ ഓരോ ഹോളുകൾ ഇട്ടു. ഇങ്ങനെ ചുറ്റിനും കുറേ ഹോളുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വേണ്ട, ഇതിൻ്റെ എയർ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കുറച്ച്. എന്നിട്ട് അതിൻ്റെ അടപ്പുണ്ട്, അടപ്പ് ഇങ്ങനെ കുറച്ച് ചെറിയ ഹോളുകൾ ഇങ്ങനെ, അത് ഒരു കമ്പി പഴിപ്പിച്ചാണ് ഞാൻ വെച്ചേക്കുന്നത്. പഴിപ്പിക്കേണ്ട അത് ഈ നമ്മൾ സ്റ്റൗവിലൊന്ന് കാണിച്ച് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇതിലോട്ട് കുത്തുമ്പോൾ ഇതേപോലെ കണ്ണങ്ങ് വീഴും. അപ്പോൾ എങ്ങനെയാണ് ഞാനത് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് കുറച്ച് ഇനോക്കുലമാണ്. ഇത് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത് അവർ വച്ചേക്കുന്നതാണ്. എല്ലാ കർഷക ഭവനുകളിലും വാങ്ങാൻ കിട്ടും. ഇത് ഒരു പിടിയുടെ ആവശ്യമേ ഉള്ളൂ. ഈ ഒരു പിടി ഇട്ടിട്ട് നമുക്ക് എത്ര വേസ്റ്റ്, അടുക്കള വേസ്റ്റ് ഉണ്ടോ അതെല്ലാം ഇതിൽ തട്ടാം. എല്ലാ വീട്ടിലും 1 കിലോ 2 കിലോയ്ക്കകത്തുള്ള വേസ്റ്റ് എല്ലാം ഒരു ദിവസം കാണും. എനിക്ക് ഇത്രയും വേസ്റ്റ് ഒരു ദിവസം കാണും. മുട്ടത്തോട് എല്ലാം ഉണ്ട്. വെള്ളം മാത്രം ഒഴിക്കരുത്. ബാക്കി എല്ലാ വേസ്റ്റും ഇടാം. ചോറ്, കറി എല്ലാം. വെള്ളമായിട്ടുള്ള കറി ഇല്ലാതെ ബാക്കി കറികളെല്ലാം ഇടാം. നാരങ്ങത്തോട് മാത്രം ഞാൻ ഇടൂല, ബാക്കി എല്ലാം ഇതിലിടാം. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇതിലിങ്ങനെ തട്ടിയിട്ട് എനിക്കൊരു ദിവസം ഇത്രയും വേസ്റ്റാണുള്ളത്. അപ്പോൾ പുറത്ത് കൊണ്ടിട്ടാൽ അത് കാക്കയും ഒക്കെ ശല്യമാണ്. കാക്ക, എലി എല്ലാം ശല്യമാണ്. ഇത് നല്ലൊരു വളമാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ബാക്കി പറഞ്ഞാൽ എന്ത് സാധനവും ഇതിൽ ഇടാം. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഒരു പിടി ഇങ്ങനെ വാരി തൂറ്റണം ഇനോക്കുലം. ഈ ഇനോക്കുലം ഇടണമെന്ന് പറഞ്ഞാൽ ബാഡ് സ്മെല്ലൊന്നും വരില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് എവിടെ വേണോ നമ്മളെ വീട്ടിൻ്റെ ഒരു സൈഡിൽ വെച്ചിരുന്നാൽ മതി. ഒരു ബാഡ് സ്മെല്ലും ഇല്ല. ഇത് ഇങ്ങനെ ഇട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഇട്ട് നിറഞ്ഞിങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു 40 ദിവസം അപ്പോൾ നല്ല പൊടിഞ്ഞ കമ്പോസ്റ്റായി മാറും. അത് കമ്പോസ്റ്റ് ആകുമ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് ലൈക്ക് ചെയ്തേക്കണേ.